Hello guys, welcome to our channel. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അച്ചിച്ചന്റെ പഴയ കാലത്തെ അറിവുകൾ നേടാനാണ്. വട്ടോറം എന്ന് പറഞ്ഞത് മനസ്സിലായേ? നെല്ല് കുത്തിച്ച് എഴുതിയിരുന്ന സാധനമാണത്. അരി വേറെ മുള ഓട കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഇത് മുളയാണ്. എന്താ അറിയോ, ഇത് പണ്ട് നെല്ല് കൊണ്ടുവന്നാൽ എന്ത് ചെയ്യും, ഇതിന് നെല്ലെടുത്തിട്ട് ഇങ്ങനെ കാറ്റത്തിടും. പിന്നെ അത് കൂടാതെ ഇത് അമ്പലങ്ങളിലെ പറവെപ്പ് എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പൊ ഇതിന് നെല്ലെടുത്തിട്ട് ആ പറയിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞു കൊടുക്കും. കല്യാണത്തിനൊക്കെ നമ്മള് പറവയ്ക്കില്ലേ, ഇതെന്താ അറിയോ? നമ്മള് നെല്ല് പണ്ട് കാലത്ത് റൈസ് മില്ലൊന്നും ഇല്ല. അപ്പൊ എന്ത് ചെയ്യണ്ട, പള്ളിയില് നെല്ലിട്ടിട്ട് ഇങ്ങനെ ഇടിച്ച് എന്ത് ചെയ്യണ്ട, അത് ഊമിയൊക്കെ കളഞ്ഞിട്ട് അരിയാകും. അരി നമ്മൾ അണ്ടിപ്പുട്ട് വീട്ടിന് മരത്തിന്റെ വരലുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുണ്ടാണി എന്ന് പറഞ്ഞ സാധനമുണ്ട് പരക്കോട്ടന്നെ, അതിലും നെല്ലുത്ത്. ആ 2-3 കൂടിയിട്ട് നെല്ലുത്ത്. ഒരു വരലില് മൂന്നാള് കണ്ടില്ലേ? ഇത് മുറ്റടിക്കാൻ വേണ്ടി ചൂല് ഇങ്ങനെ അടിച്ച് ഇങ്ങനെ ഇതാക്കുന്ന. ഇതിന്റെ പഴയ കാലത്തെ ചൂല് ഇതാണ്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നത് അകർക്ക് അടിക്കാൻ ഉപയോഗിക്കുന്നത് ഈർക്കലിന്റെ ചൂല്. ഇത് കൂടുതൽ ആളുകളുള്ള വീട്ടിലൊക്കെ. പണ്ട് ഇതിന് വേറെ പ്രത്യേക ഇതിലിങ്ങനെ ചെറിയ വായിട്ടുള്ള ഒരു കൊട്ടയാണ്. അപ്പൊ ഇങ്ങനെയാണ് ഇതൊക്കെ എന്ത് ചെയ്യണ്ട, നമ്മള് അരിയൊക്കെ നനച്ചിട്ട് വാര വെച്ചിട്ട് പൊടിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു. അപ്പൊ ഇല്ലില്ല, അരിയൊന്നും അങ്ങനെ പോകുന്നില്ല. ഇതിന്റെ ചെറുതാണ് പണ്ട് ചോറ് വിളമ്പാൻ ഉപയോഗിച്ചിരുന്നത്. ഇത് നീളനായിട്ടുള്ള കൊട്ട ഉണ്ടായിരുന്നു. ഇതിന്റെ നീളത്തില്, ഇത് വട്ടത്തിലാണോ. ഇതിപ്പോ എന്താ വെച്ചാല് നെല്ലും സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനൊക്കെ ഉപയോഗിക്കാം. പണ്ട് കാലങ്ങളിൽ ഇതില് പപ്പടക്കാരും കൊണ്ടുവരുന്നു. പപ്പടക്കൊട്ട എന്ന് പറഞ്ഞിട്ട് അത് തലയിൽ വെച്ചിട്ട് തെരിയൊക്കെ വെച്ചിട്ട് അത് കൊണ്ടു. ഇതേപോലെ നീണ്ടൊരു കൊട്ട ഉണ്ടായിരുന്നു. അതില് ചോറ് എടുത്തിട്ട് എന്ത് ചെയ്യും, കല്യാണത്തിനൊക്കെ ചോറ് കൊട്ടയിലാ വിളമ്പ്. നമ്മള് ബേസിലല്ലേ ചോറ് വിളമ്പുന്നത്, ഇങ്ങനെ വിളമ്പല്ലേ. അന്നെന്താ വെച്ചാൽ ഇല ഇട്ടിട്ട് ആ ഇലയിൽ ഇങ്ങനെ ചോറ് കൊട്ടും, ഇങ്ങനെ കൊട്ടി പോകും. ഇതാണ് നമ്മൾ ചോറിലേക്ക് ഇപ്പൊ നമ്മൾക്ക് അലുമിനിയത്തിന്റെ സ്റ്റീലിന്റെ ഒക്കെ കയ്യിലുകളാണ് ഉപയോഗിക്കുന്നത്. ഇതിന് ഇത് കൊട്ടക്കയിലെന്നാ പറയും. കൊട്ടക്കയിൽ ഇതെന്താ വെച്ചാല് കലത്തുനിന്ന്, പണ്ടൊക്കെ കലത്തിലാണ് ചോറ് വയ്ക്കുക. ആ കലത്തിൽ നിന്ന് ഇങ്ങനെ ചോറ് ഊറ്റി എടുക്കും. കലല്ലോ അപ്പൊ ഊറ്റി വെള്ളം മാറുന്നു കഴിഞ്ഞാല് ഇതിലേക്ക് ഇങ്ങനെ കൊട്ടിയിടും. ഈ കൊട്ട മനസ്സിലായി. ഇത് പണ്ട് കാലങ്ങളിലെ വലിയ സമ്പന്നന്മാരുടെ വീട്ടിലൊക്കെ മുറുക്കാൻ ഉപയോഗിക്കുന്ന വ്യക്തി അടയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ അതിന് ഉപയോഗിച്ചിരുന്ന കൊട്ട ഉണ്ട്. അപ്പൊ സാധാരണക്കാരനും ഈ ചെല്ലം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് മറ്റേ പിച്ചള കൊണ്ട് ഓടോണ്ടൊക്കെ ഒക്കെ ആയിട്ടാണ് ആ ചെല്ലപ്പെട്ടി പറഞ്ഞിട്ട്. അപ്പൊ അത് വലിയൊരു ആളുകൾ, കാശുള്ള ആളുകൾ ഉണ്ടാക്കുന്നത്. സാധാരണക്കാരനും വേണം. അപ്പൊ എന്ത് ചെയ്യും, അന്ന് ഇങ്ങനത്തെ ഇതിനാണ് കണക്കി ചെല്ലപ്പെട്ടി. സാധാരണക്കാരന്റെ വീട്ടിലത്തെ ചെല്ലപ്പെട്ടി അത്. അപ്പൊ നിന്ന് വെറ്റിലൊക്കെ എടുത്തിട്ടാണ് കാരണന്മാർ എന്ത് ചെയ്യുക, ഒക്കെ ഇതാക്കി ചുണ്ണാമ്പൊക്കെ തേച്ചിട്ട് തുറക്കും. ഇത് തൊപ്പിക്കൊട. ഇത് പണ്ട് പാടത്ത് ഇത് പണ്ട് എന്ത് ചെയ്യണ്ട, കർഷക തൊഴിലാളികൾ ഉപയോഗിച്ചിരുന്നതാ. കൈക്കോട്ട് കടക്കുന്ന ആളുകളൊക്കെ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ തലയിൽ വെക്കും. എന്നിട്ടാണ് കൈക്കോട്ടോട്ട് എന്ത് ചെയ്യുക. ഇതിന്റെ പേരെന്താ അറിയോ? തൊപ്പിക്കൊട. അയ്യോ, ഇത് മനസ്സിലായോ? ഇത് പണ്ട് തിരിയിട്ടിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് മണ്ണെണ്ണ ഒഴിക്കും. ഇതിനകത്ത് മണ്ണെണ്ണ ഒഴിച്ചിട്ട് എന്ത് ചെയ്യും, കറണ്ടൊന്നുമില്ല. അപ്പൊ ചിമ്മിണി വിളക്കും റാന്തലും. അല്പം കഴിവുള്ള വീടുകളിലൊക്കെ റാന്തലും ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ കുളത്തി വെക്കും. അകത്തൊക്കെ എന്ത് ചെയ്യും, ചിമ്മിണി വിളക്കം ഉപയോഗിക്കും, മണ്ണെണ്ണ ഒഴിച്ചിട്ട് തിരിയിട്ടിട്ട്. ഇത് നമ്മളെ ഈ ചെമ്പുകളും കലങ്ങളൊക്കെ ചോറൊക്കെ വാർത്ത് വെക്കുമല്ലോ,
അപ്പൊ ഇങ്ങനെ വെക്കും. ഇതിന്റെ മുകളിലാണ് എന്ത് ചെയ്യുക, ആ ചട്ടികളൊക്കെ ഇറക്കി വെക്കുക. അത് ആ ഇപ്പൊ തീർച്ചയാണ്. അപ്പൊ ഇതിനെന്താ പറയണ്ട, തേതിക്ക വെള്ളം ഇറക്കി വെക്കാൻ. അതുപോലെ കൂജ, അതുപോലെ വലിയ മണ്ണിന്റെ തന്നെ പാത്രങ്ങളെ പൊട്ടാതിരിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ വെക്കും. അത് കൂടാതെ ചെടിയില്ല. അപ്പൊ ഇതിന്റെ മുകളിലാണ് വെക്കും. അപ്പൊ കലം ചെമ്പൊക്കെ എടുത്തിട്ട് കറിച്ചട്ടികളൊക്കെ കൊടുത്ത് വെക്കും. അപ്പൊ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും. ഇതിന്റെ പേര് തെരിക്കാന്നാണ്. ആ തെരികയുടെ മുകളിൽ വയ്ക്കുക. ഇതറിയോ? ആ ബാക്കി സാധനങ്ങളൊക്കെ ഉറിയിലെ വെക്കുക. അങ്ങനെ തൂക്കി ഇതുമ്പോ തൂക്കി. ആ വണ്ടി സീസൺ പണ്ട് പണ്ട് ഉറി കയറിയിട്ട് കടയിട്ടില്ല. ആ അത് ഈ ഉറിയില് അതാ ഉറിയാണത്. ആ തലംതിൽ വെക്കും. എന്നിട്ട് പറഞ്ഞേട്ടാ, ആ പൊന്നിന്റെ മുകളിലൊക്കെ കയറിയിട്ട് ഉണ്ണിക്കണ്ട വെണ്ണ എടുത്തുള്ളത് ആ കഥ കിട്ടില്ലേ? ആ ഉറിയാണ്. ആ ചട്ടുകം കയ്യിലല്ല, ഇത് ചട്ടുകങ്ങളാ. വിവിധ മരത്തിന്റെ ചട്ടുകങ്ങളാ. ആ അതെ അതെ. മനസ്സിലായോ? എന്താത് അത് എങ്ങനെ ഉപയോഗിക്കാന്നുള്ളൂ. നെല്ലിങ്ങനെയൊക്കെ അല്ല, നെല്ലിങ്ങനെ കൊയ്യും. കൊയ്തെടുക്കും. ആ കൊയ്യാന്നാ പറയാം. നെല്ല് വെട്ടല്ല, പുല്ലരിയും. അവന് നെല്ലും അരിഞ്ഞെടുക്കുക. ആ അതിന് ഉപയോഗിക്കുന്ന. ഇത് കൂടാതെ പണ്ട് കാലങ്ങളിലെ പാവപ്പെട്ട ആളുകൾ ഇത് ആയുധമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. മറ്റുള്ളവരെ ശല്യം വരുമ്പോഴേ ഈ അരിവാൾ എടുത്തിട്ട് ഇതാക്കും. അലൂമിനിയത്തിന്റെയാണ്. പണ്ട് ഓടിന്റെ വിളക്കുകളുണ്ടാവും, ഓട്ടുപാത്രം. അപ്പൊ ആ ഓടിന്റെ വിളക്കില് തിരിയിട്ടിട്ട് ഇത് ഊരിയിട്ട് ഇതിനകത്ത് തിരിയിട്ട് ഇതിൽ മണ്ണെണ്ണ ഒഴിക്കും. എന്ത് ചെയ്യും, അടച്ച് ഇത് തീ പുറത്ത് എന്നിട്ട് ഇങ്ങനെ കത്തിച്ചു വയ്ക്കും. അതെ അല്ല, അതേ പടക്കം നമ്മൾ എന്തും കത്തിക്കാം. പറയണ്ട. ഇതാണ് പഴയ കാലത്ത്. ആ ഇതാണ് ഇതാണ് ചിരട്ടക്കല്ല്. എന്താണ്? ആ മീൻകറി. അതുപോലെ പണ്ടെല്ലാവരും കഞ്ഞി ഇളക്കിയിരുന്നതും പഴമ്പേരുന്നതും ഒക്കെ അതുകൊണ്ടാണ്. ഇതിന്റെ ചെറുതുണ്ട്, അതുകൊണ്ടാണ് പണ്ട് കഞ്ഞി കുടിക്കുക. ഇതെന്ത് ഇതിന്റെ പേരറിയോ? മുത്തിന് ഇല്ല. ഇത് നമ്മൾ തൈരുണ്ടല്ലോ, പാല് കാച്ചി പുക ഇട്ടിട്ട് എന്ത് ചെയ്യണ്ട, അതിന്ന് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് കടകൊണ്ട് അത് വേണം. കടകൊണ്ട് അതെ അങ്ങനെ തിരിച്ചിട്ട് അങ്ങനെ തിരിച്ചിട്ട് ആ ചട്ടിയല്ല, കലത്തിന് ചെമ്പിനോ അത് കേട്ടോ. കടവല് ഇങ്ങനെ കലക്കും. അത് കലക്കൽ നെഞ്ഞിങ്ങനെ വരും. അപ്പൊ അത് വെണ്ണ ഇങ്ങനെ ഒരു കൂട്ടിട്ട് പ്രാതിലോട്ടൊക്കെ എടുത്ത് വെള്ളത്തിലേക്ക് ഇടും. എന്നിട്ട് അത് എടുത്തിട്ടാണ് ഒരിക്കാനാണ് നെയ്യാവുക. പശുമ്പാലുണ്ട്, പിന്നെ മപ്പാലൊക്കെ എന്ത് ചെയ്യും, കാച്ചി പുകയിട്ടിട്ട് പിന്നെ കടത്തിലാക്കി. ഇതേ പുട്ടും കുത്തി നമ്മള് അരിപ്പൊടിയൊക്കെ ഇട്ടിട്ട് പുട്ട് ഇങ്ങനെ കുത്തുവല്ലോ. ഇത് മുള കൊണ്ടുള്ളതാ. അറിയാട്ടാ, പുട്ടും പോലെ ഉണ്ടാവും. ഇതിങ്ങനെ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ പുട്ടിങ്ങനെ എനിക്കൊക്കെ കഴിക്കും. അത് ആദ്യം നാളികേരം ഇടും, പിന്നെ പൊടി ഇടും, പിന്നെ നാളികേരം ഇടും. അങ്ങനെ ഇട്ടിട്ടാണ് എന്ത് ചെയ്യുക, അവസാനം ഇതുകൊണ്ട് മൂടിയിട്ട് ഈ പുട്ടും കുടത്തിന്റെ മുകളിൽ ഇങ്ങനെ വെക്കും. ഇതിൽ ആവി വരുമ്പോ എന്ത് ചെയ്യും, ഇത് ബന്ധുന്ന് കണ്ടാൽ ആവി വരും. അപ്പോഴാണ് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ കുത്തിയെടുക്കുക. അപ്പൊ ഇത് പുട്ടും ചുറ്റും. പഴയ കാലത്ത് ചിരട്ടപ്പുട്ട് കേട്ടില്ല, അതാണ് ഇതില് ഈ ചില്ലിട്ടിട്ടേ നാളികേരിട്ട് പൊടിയിട്ട് ഇതാക്കി എന്നിട്ട് എന്ത് ചെയ്യും, മൂടി ഇങ്ങനെ വെക്കും. എന്നിട്ട് ഈ കുടത്തിന്റെ മുകളിൽ ഇങ്ങനെ വെക്കും. ആവി വന്നു കഴിഞ്ഞാൽ ഇതിനെ എടുത്തിട്ട് ഇങ്ങനെ പൊട്ടും. അപ്പൊ ചിരട്ടപ്പുട്ടായി. മനസ്സിലാ? പണ്ട് കാലങ്ങളിൽ ഞങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നത് ചിരട്ടപ്പുട്ടും ഈ കുറ്റിപ്പുട്ടും ഒക്കെ തന്നെ കഴിച്ചിരുന്നത്. ഇപ്പൊ അച്ചാച്ചന് എത്ര വയസ്സായെന്ന് അറിയോ? 69 വയസ്സായി. ഈ അച്ചാച്ചന് എത്ര ചോദിച്ചു നോക്കിയോ? 58 വയസ്സ്. ഈ ചട്ടി കണ്ട, ഇത് പണ്ട് കാലങ്ങളിൽ മീൻകറിയൊക്കെ ഈ ചട്ടിയിൽ കറി വെച്ചാല്
ടേസ്റ്റ് കൂടുക മൺചട്ടിയില്. അത് അലുമിനിയത്തിന്റെ പാത്രത്തിലാവാം, സ്റ്റീലിന്റെ ഒക്കെ ആവാം, പക്ഷെ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. അത് ഇർക്കിലിയാണ് അതിന്റെ മെയിൻ, ആ കംപ്ലീറ്റ് ഇർക്കിലിയാ. ശരി, ഒരു ഫ്ലവർ പോലല്ലേ ഇതില്. ഇപ്പൊ പഴം പറഞ്ഞതൊക്കെ തന്നെ ആ ഫ്രൂട്ട്സ് ഒക്കെ തന്നെ എന്ത് ചെയ്യാ, ഇത് വെച്ചിട്ട് അങ്ങനെ വെച്ചാല് ഫ്രൂട്ട്സ് വെക്കാം. ചൈനയിൽ ഉപയോഗം ചീനക്കാര് പറയും. ആ ചീനച്ചട്ടിന് അതേ സെയിം ഇതാണ്. ഇത് ദോശക്കല്ല. നമ്മള് അടപ്പിൽ വെച്ച് എണ്ണ പരത്തി ദോശമാവ് വെച്ച് ഒഴിച്ച് പരത്തി. അപ്പൊ എന്തൊക്കെ ഗ്യാസൊക്കെ ഇപ്പോഴല്ലേ വന്നു. പണ്ട് വിറകിന്റെ അടുപ്പുകളാ, അറിയോ? ആ വിറകിന്റെ അടുപ്പിൽ എന്ത് ചെയ്യും, ഇത് വെച്ച് എണ്ണ തേക്കും, നല്ല എണ്ണ. അപ്പൊ വാങ്ങാൻ കിട്ടുന്ന എണ്ണ പലതും നല്ലതൊന്നുമല്ല, അതൊക്കെ കത്തിക്കാൻ ഉപയോഗിക്കുന്ന പല എണ്ണകളാ. എള്ളെണ്ണ, എണ്ണ ആട്ടിയുള്ള എണ്ണ കൊണ്ട് ദോശ ഇട്ടാൽ നല്ല ടേസ്റ്റാ. അത് അവിടുത്തെ ചപ്പാത്തി മാവ് ഇട്ടിട്ട് പിന്നെ പരത്തി. അത് കൂടാതെ ചപ്പാത്തി കൂടാതെ എന്ത് ചെയ്യല്ലോ, പത്തിരി മാവ് കുഴച്ചിട്ട് പത്തിരി ഇത് വെച്ചോടാം. അപ്പൊ പത്തൊക്കെ വന്നില്ലേ പണ്ട് പത്തിരി ഇതേ മരുന്നതില് അലകല്. അതുപോലെ കയ്യിലും ഇടും, അങ്ങനെ പത്തിരി ഇങ്ങനെ കയ്യിലും ഇടും. അല്ലല്ല, അലുമിനിയാണ്. അലുമിനിയത്തിന്റെ ഇടും. അതാണ് നമ്മൾ നേരത്തെ കണ്ട ചോദിച്ചോട്ടെ. ഞാനിത് അതെ, പണ്ട് വയസ്സായ ആൾക്കാരെ മുറുക്കാന് അത് മരത്തിന്റെ ആയിരുന്നു പണ്ടുണ്ടായിരുന്നതേ. അത് കഴിച്ചപ്പോഴേക്കോ കഴിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെന്താ വെച്ചാൽ വീട്ടിൽ കറി വെക്കാനേ ഇഞ്ചി, വെളുത്തുള്ളി, ആ അതുപോലെ പണ്ട് കാലത്തെ ഇന്നത്തെ മാതിരി മുളക് പൊടിയല്ല, മുളകൊക്കെ എന്ത് ചെയ്യും, അമ്മിയിലരക്കി. അത് നമ്മളെ വീട്ടിലുണ്ട്. ഇതാ അമ്മിയിൽ വെച്ചിട്ട് ഇതാണ് മഞ്ഞള്, അതുപോലെ തന്നെ മല്ലി, മുളക്, ഇതൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്യും. ആ മിക്സി ഒക്കെ ഇപ്പൊ ഒന്നാണ്. പണ്ടൊക്കെ ഉരലിട്ട് ഇടിച്ചിട്ടേ അമ്മിയിൽ ഇട്ടിട്ട് എന്ത് ചെയ്യും, അരക്കും. പണ്ട് കാലങ്ങളിൽ അത് എല്ലാ കറിയിലേക്കും അരക്കില്ല. ഇത് വേനൽക്കാലത്ത് ഇപ്പോഴാണല്ലോ ഫ്രിഡ്ജൊക്കെ വന്നത്. പണ്ട് കാലങ്ങളില് ഇതിന് വെള്ളം ഒഴിക്കും, അതിന് വൃത്തിയാക്കിയിട്ട് ഇതിന് വെള്ളം ഒഴിക്കും, തുളസിട്ട് അലട്ടേക്ക്. അപ്പൊ എന്തിനാ തുളസിട്ടാവുന്നത്, അതില് മറ്റ് രോഗാണുക്കളൊക്കെ ഉണ്ടൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ്. തുളസിയില വെറും പൂജിക്കാനുള്ളതല്ല, തുളസി ഔഷധ. അപ്പൊ ആ തുളസിയില ഇട്ട് വെച്ചിട്ട് ഇതിന് മൂടി വെക്കും. ആവശ്യമുള്ളപ്പോ എന്ത് ചെയ്യും, ഇതിന് ഗ്ലാസ്സിലേക്ക് എടുത്തിട്ട് കുടിക്കും. നല്ല തണവുണ്ടായിരിക്കും, പൂജയിലെ വെള്ളം തണവുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഫ്രിഡ്ജിലല്ലേ വെള്ളം വെക്കുന്നത്. ഇത് ഞങ്ങളൊക്കെ പണ്ട് കാലത്ത് വീട്ടുകളിൽ ഉണ്ടായിരുന്ന അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഉടച്ചു നാളെ ഞാൻ ഒരു മൺപാത്രം ഉണ്ടാക്കുന്ന അവരോട് ചോദിച്ചു, പൂജ വലുത് വേണം. വലുതുണ്ട്, ഇവിടെ കുന്നോളത്തുണ്ട്. അപ്പൊ പറഞ്ഞു ഞാൻ പൊതുവെ മാസം കുറച്ചു. അപ്പൊ ഇതിന്റെ പേരാണ് പൂജ. പൂജ പണ്ട് കാലങ്ങളില് കലച്ചട്ടി എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു. ഇതാണ് കലച്ചട്ടി. അതാ ഇത് കണ്ടാൽ ഉരുളി പോലല്ലേ. അല്ല, ഇത് മൺകുടം. പണ്ട് കാലങ്ങളിലേ കിണറിന്ന് വെള്ളം മുക്കി കൊണ്ടു മുക്കിയിട്ട് പിന്നെ 2 കുടത്തിനെ വീട്ടിൽ കൊടുത്ത് വെക്കും. അങ്ങനെ എടുത്ത് ചില ആളുകൾ ഇങ്ങനെ വെക്കും, ഇങ്ങനെ എടുത്തിട്ടാ വരും. ചില ആളുകളൊക്കെ ദൂരത്തുനിന്ന് പറഞ്ഞ ഒരു തെരിക വെച്ചിട്ടേ തലയിൽ ചുമന്നു വരും, ദൂരത്തുനിന്ന് വെള്ളം കൊണ്ടുവരുന്നവർ. ഇതാണ് മൺകുടം. അപ്പൊ എന്ത് ചെയ്യും, ഇതിലെ വെള്ളം നല്ല തണവായിരിക്കും. ഇപ്പൊ ഇതിനെ ഉപയോഗിക്കാന്ന് പറഞ്ഞാല് അതിനൊന്നും ഉപയോഗിക്കുന്നില്ല. അല്ല, മരിച്ചു കഴിഞ്ഞാല് കർമ്മം ചെയ്യാൻ വേണ്ടിട്ട് മാത്രമേ കൊണ്ടുപോകുന്നത്. അത് പൊട്ടിക്കാൻ വേണ്ടിട്ട്. ഈ ചട്ടി കണ്ട, ഈ ചട്ടിയിൽ നിങ്ങളിപ്പോ എവിടുന്ന ഭക്ഷണം കഴിക്കല്, നിങ്ങൾ പോയി വലിയ ഹോട്ടലിൽ പോയാൽ എന്ത് ചെയ്യും, ചട്ടിയിലാണ് നിങ്ങൾക്ക് ഭക്ഷണം കൊടുത്തത്. ചട്ടിച്ചോറ് കഴിയുന്നതാണ്. ആലപ്പുഴ ഭാഗത്തും ഇവിടെ നമ്മളെ നാട്ടിൽ ഉൾനാട്ടിലില്ലാന്ന് തോന്നുന്നു. ഹോട്ടലിൽ പോയാൽ അതൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് കൊണ്ട് ആ ചോറിന് എന്താ പറയണ്ട, ചട്ടിച്ചോറ്. അതാണ് ഇപ്പോഴത്തെ പണ്ട് ഞങ്ങളൊക്കെ കഴിച്ചിരുന്ന ചട്ടിയിലും വെള്ളച്ചോറ് തലേ ദിവസം ബാക്കിയുള്ള ചോറുണ്ടല്ലോ, ചോറും കറിയൊക്കെയാണ് കഴിച്ചു.
അപ്പൊ നിങ്ങൾ ഹോട്ടലിൽ പോയിട്ട് ചട്ടിച്ചോറ് കഴിക്കും അന്നത്തെ അവർക്ക് മീൻകറി ഇട്ടു. മീൻകറി വെക്കാനും ഇത് നല്ല ഇതാ. അപ്പൊ ചില ആളുകൾ എന്ത് ചെയ്യില്ല, ഈ ചട്ടിന്നൊക്കെ ഇങ്ങനെ തുടച്ച് നോക്കും. ചട്ടിയിലെ മീൻകറി ഇടുന്നു. അപ്പൊ അവസാനം ആകുമ്പോ തുടച്ചിട്ട് ഇപ്പൊ ഒക്കെ പ്ലാസ്റ്റിക്കിന്റെ പായ കണ്ടു. ഇതൊക്കെ പുല്ലിന്റെ ആണ്. അത് പുൽപ്പായ. അതുപോലെ തന്നെ മറ്റേ പായ കൈതോലപ്പായ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും ഉപയോഗിക്കില്ല. പത്തിരി ചട്ടി, പത്തിരി ചൂടാനും അതുപോലെ തന്നെ അട ഇലയിൽ പരത്തിയുള്ള അട ഉണ്ടല്ലോ, അത് ചുട്ടെടുക്കാനും ഉപയോഗിക്കുന്ന. അതുപോലെ അരിയും ചില ആളുകൾ അരി വറക്കും ഇതില്, ഈ ചട്ടിയില് ചൂലുകൊണ്ട്. ഇത് വസ്ത്രങ്ങളൊക്കെ ഇട്ടേക്കുന്ന കൊട്ടയാണ്. തുണികളുണ്ടല്ലോ. തുണിയൊക്കെ അതിലിട്ട് വെക്കും. ഇതിങ്ങനെ മൂടി വെക്കും. കണ്ടില്ലേ അതിന്റെ വലിപ്പം കണ്ടില്ലേ? കുറേ ധാരാളം തുണികൾ ഇട്ടേക്കാം. ഇതും വസ്ത്രം ഇടുന്ന കൊട്ടയാണ്. കണ്ടാ, ഇത് ചൂരൽ കൊട്ടയാണ്. നിനക്കിതിനെ ഒളിച്ചിരിക്കാൻ പറ്റും. ഇതിൽ കയറി നിന്നിട്ടേ ഞാൻ ഇതുകൊണ്ട് മൂടി വെച്ചാലേ അങ്ങനെ കയറണ്ട. ഒളിച്ചിരിക്കടാ. എന്നിട്ട് ഞങ്ങൾ മൂടി വെച്ചിട്ടേ ഏതൊരു സിനിമയിലില്ലേ കൊട്ടയിലാക്കി കൊണ്ടുവന്ന് എഴുന്നേക്കുവാ അവിടെ അവിടെ അവിടെ. പക്ഷേ ഇപ്പൊ കുഴപ്പമുണ്ടോ? ഇതെന്തിനാ ഉപയോഗിക്കണ്ട? ചില ആളുകൾ അമ്പലത്തിൽ പോകുന്ന ആളുകളെ പൂവ് ഇട്ടിട്ട് അമ്പലത്തിൽ പൂവ് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മൾ തൊഴാൻ ദേവനെ തൊഴാൻ പോകുമ്പോൾ എന്ത് ചെയ്യണ്ട, വീട്ടിലുള്ള പൂവ് തെച്ചിപ്പൂവൊക്കെ എന്ത് ചെയ്യും, ഇതിൽ നിറച്ചിട്ട് അമ്പലത്തിൽ കൊണ്ടുപോകും. മറ്റ് ചില ആളുകൾ എന്ത് ചെയ്യും, വീടുകളിൽ കോഴിമുട്ട ഉണ്ടെച്ചെങ്കിലേ മുട്ടയൊക്കെ എന്ത് ചെയ്യും, ഇതിന് ആക്കി വെക്കും. കൂടാതെ കടകളിൽ കൊണ്ടുപോയി കൊടുക്കുകയൊക്കെ ചെയ്യും, അല്ലെങ്കിൽ വീടുകളിൽ കൊണ്ടുകൊടുക്കും. അതിനൊക്കെ ഉപയോഗിക്കുന്ന കൊട്ടയാണിത്. തൂക്കി പിടിച്ചിട്ടേ കൊണ്ടുപോകുന്നത്. ഈ കൊട്ടകളൊക്കെ മൂടി വയ്ക്കുന്നതാണ്. നമ്മളിപ്പോ പാത്രത്തിന് മൂടിയിട്ടാവില്ലേ, അത് ഇത് കൊട്ടയ്ക്ക് മൂടി വെച്ച് വലിയ കൊട്ടയ്ക്ക് ഉണ്ണിയപ്പ ചട്ടി കണ്ട. അതാണ് ഇതില് മാവൊഴിച്ചിട്ട് ഉണ്ണിയപ്പ ചട്ടി. ഇത് മണ്ണിന്റെ ഇട്ടാ ഇതേപോലത്തെ. അതുപോലെ ഓടിന്റെ ഉണ്ട്. ഇതെന്താണെന്ന് അറിയോ? വീടിന്റെ മുന്നിലേ തൂക്കിയിടും. കിലുകുന്നല്ല, അവിടുന്ന് കേറുമ്പോ ഇങ്ങനെ ആക്കും. അപ്പൊ വീട്ടിലേക്ക് ആള് വന്ന് അറിയാൻ പറ്റും. അപ്പൊ ഈ ശബ്ദം കേൾക്കും ചെയ്യും, ഇത് പിടിച്ച് കയറും ചെയ്യും. മറ്റൊന്ന് എന്താ വെച്ചാൽ ആ വീടിന് കരിങ്കണ്ണ് ഏൽക്കാന്ന് പറയും. പ്രാക്ക് ഏൽക്കാന്നൊക്കെ പറയാൻ കേട്ടിട്ടുണ്ട. പണ്ട് കാലങ്ങളിൽ അങ്ങനെ ഒരു ഇതുണ്ട്, ഐതിഹ്യമുണ്ട്. കരിങ്കണ്ണ് ഏൽക്കുക. അത് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം കൂടിയാണ് ഇത്. ഇപ്പൊ മക്കൾക്ക് മനസ്സിലായ ഈ പഴയ കാലത്തെ ഉപകരണങ്ങളൊക്കെ മനസ്സിലായ? കൊട്ട, വട്ടി, ചട്ടി, അങ്ങനെ കണ്ടുള്ള സാധനങ്ങളൊക്കെ കണ്ടില്ലേ? ഞങ്ങളുടെ കുട്ടിക്കാലത്ത് വീടുകളിൽ ഉപയോഗിച്ചിരുന്നതാണ്. അത് നാച്ചുറൽ. അതില് അലുമിനിയത്തിന്റെ മറ്റുള്ളതിലും ഉണ്ടാക്കുന്ന പോലുള്ള ഭക്ഷണത്തിൽ ഉണ്ടാക്കുന്ന ചില പാർശ്വവശങ്ങളുണ്ട്. അതൊന്നും ഇതിലില്ല കലത്തിലൊക്കെ ആവുമ്പോ. അപ്പൊ ഇത് ഇന്ന് ഒരു ഭാഗത്തും കിട്ടില്ല. അപ്പൊ കിട്ടണമെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ എവിടുന്നാ വന്നത്? മലപ്പുറം ജില്ലയില് പൊന്നാനി താലൂക്കിൽ നിന്ന് ആണ് ഈ വന്നത്. എവിടെ? കുന്നംകുളം ആൽത്തോറ റൂട്ടില് ചിറ്റഞ്ഞൂരാണ് ഈ കട, ഈ ചേട്ടന്റെ കട. അവിടെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നെ കിട്ടും. അതുപോലെ പൂജാ സാധനങ്ങൾ കിട്ടും, ഇതൊക്കെ കിട്ടും. ഇപ്പൊ അത് ഈ കട പ്രത്യേകത കണ്ട. പഴയ കാലത്ത് അടയ്ക്കാനുള്ള ഇതിന് എന്താ പറയണ്ട, നിരപ്പലക. കടാ ഇങ്ങനെ പൊക്കി എടുക്കുന്നതാ. ഇപ്പൊ എല്ലാ സ്ഥലത്തും ഷട്ടറാ. അതല്ല, ഇത് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന നിരപ്പലകയാണ്. അങ്ങനത്തെ ഒരു കടയാണിത്. അപ്പൊ എല്ലാം കൊണ്ട് പഴമയുള്ള ഒരു കടയാണ് ഇത്, ഈ ചേട്ടന്റെ. മനസ്സിലായ? അപ്പൊ
എല്ലാവരും ഈ പറഞ്ഞ മുറം, വട്ടോറം, കൊമ്പുറം, അതുപോലെ എല്ലാവിധ വീട്ടുപകരണങ്ങളും ഉണ്ട്. നിങ്ങളും പൂജാ സാധനങ്ങളും കിട്ടാൻ ചിറ്റഞ്ഞൂരിലെ അർച്ചന സ്റ്റോഴ്സിൽ എല്ലാവരും വരിക. എന്ത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടും, അതും മിതമായ റേറ്റിൽ. ഞങ്ങൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റിൽ അറിയിക്കുക.